സോ ഞാനിപ്പോൾ നിലവിൽ നമ്മുടെ വൈറ്റ്ല മെയിൻ ഹൈവേയിലോട്ട് തിരിയുന്ന വഴിയിലോട്ടെത്തി. ഇതാണ് നമ്മുടെ വൈറ്റ്ലക്കാരൻ കട. ഇതാണ്ട് ഒരു BS3 ഡ്യൂക്ക് പോകുന്നു. ഇതായിരുന്നു ഫസ്റ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. സോ എൻ്റെ ലാസ്റ്റ് ആ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് ഡ്യൂക്കിൻ്റെ ഫോട്ടോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മേ ബി ഹോപ്പ്ഫുള്ളി കണ്ടവരൊന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വന്ന വഴിയിൽ നമ്മൾ വെള്ളപ്പൊക്കം കണ്ടില്ല, അവിടെ വെള്ളവും പിന്നെ കാണാനുള്ള ചാൻസസ് ഉണ്ട്. കേരളത്തിൽ രാത്രി വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ടാസ്ക്കാണ്. സൂപ്പർ മാർക്കറ്റ് ലൈറ്റ്സ് ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. എതിരെ വരുന്നവർ ഒന്നും കാണത്തുമില്ല. ഓ മൈ ഗോഡ്, ഇതിൽ പോകാൻ പറ്റത്തില്ല. ആൾക്കാർ പോകുന്നുണ്ട്, നമുക്കൊന്ന് നോക്കാം. കാരണം ഇവിടെയായിരുന്നു നേരത്തെ വെള്ളം കയറിയത്. ഇവിടെ വെള്ളം കയറി കിടക്കുവാണ്. ഐ തിങ്ക് വേണം ഗോ ടു റൈറ്റ്. ഒരുപാട് വെള്ളം ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. നോക്കട്ടെ, ഒരുപാട് വെള്ളമാണെങ്കിൽ പണി കിട്ടും. പിന്നെ എറണാകുളത്തെ പരിപാടികൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഭയങ്കര ഇതായിപ്പോയിട്ടോ. നല്ല പോലെ ഒന്ന് മഴ, പിന്നെ നല്ല ട്രാഫിക് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല പോലെ സമയം പോയതേ അറിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിയിലാണ്. സോ ഇപ്പോൾ ഞാനുള്ളത് തമ്മനാണ്. തമ്മനത്തുനിന്ന് ഇപ്പോൾ നമ്മൾ നേരെ വൈറ്റ്ലയിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അവിടെ നിന്ന് നേരെ നമ്മൾ വന്ന റൂട്ടിൽ തന്നെ. സോ ഇന്നിപ്പോൾ നിലവിൽ രാത്രി എന്തായാലും വൈറ്റ്ലക്കാരൻ്റെ കടയിലൊന്ന് കയറുന്നുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നൈറ്റ് കട, സാധാരണ നമ്മൾ രാത്രി വരുമ്പോൾ കയറുന്ന കട. ഓ, അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടല്ലോ. എറണാകുളത്ത് ഇന്ന് അത്യാവശ്യം നല്ല മഴയായിരുന്നു. കാരണം ഞാൻ ഇവിടെ വന്നിട്ട് വ്ളോഗ് ചെയ്യാതിരുന്നതെന്ന് വെച്ചാൽ ഒരുപാട് പരിപാടിയിലായിരുന്നു. അപ്പോൾ എനിക്ക് വ്ളോഗ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം. ബൈക്ക് ഇവിടെ വെച്ചിട്ട് നമ്മൾ കാറിനായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് വ്ളോഗ് ചെയ്യാതിരുന്നത്. നല്ലപോലെ വെള്ളം കയറിയിട്ടുണ്ട് അത്യാവശ്യം. പക്ഷേ ഇപ്പം നിലവിൽ മഴയില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇതൊന്ന് ജാമായിട്ടോ. അതെനിക്ക് തോന്നുന്നു വെള്ളം കയറുകയാണെന്ന് തോന്നുന്നു. ജാമായി പാസ് ലൈറ്റ്. സോ ഇറ്റ്സ് ഫൈൻ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു 50-55 കിലോമീറ്റർ ഉണ്ട് വീട്ടിലോട്ട്. എത്ര നേരം കൊണ്ട് എത്തുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഐഡിയ ഇല്ല. നമ്മുടെ വൈറ്റ്ല മെയിൻ ഹൈവേയിലോട്ട് തിരിയുന്ന വഴിയിലോട്ടെത്തി. ഫ്രണ്ടിലൊരു ഡ്യൂക്ക് സെയിം നമ്മൾ 200 പോകുന്നുണ്ട്. ഐ തിങ്ക് ഓൾഡ് ഷേപ്പാണെന്ന് തോന്നുന്നു. നമ്മുടെ ഓൾഡ് ഹെഡ്ലൈറ്റ് വരുന്നത്, ന്യൂ ഹെഡ്ലൈറ്റ് അല്ല. സോ ഫാർ സോ ഗുഡ്, എവറിത്തിങ് ഈസ് ഗോയിങ് പെർഫെക്റ്റ്ലി. അത് ഓൾഡ് ഹെഡ്ലാമ്പ് ആണ്, ന്യൂ ഹെഡ്ലാമ്പ് അല്ല. ഒരു വൈറ്റ്ല എത്താറായി. ഇവിടെ നിന്ന് നമുക്ക് ബ്രിഡ്ജിൻ്റെ അടുത്ത് നിന്ന് താഴോട്ട് ഇറങ്ങുകയാണ് ചെയ്യേണ്ടത്. സോ ഇന്നിപ്പോൾ നമ്മുടെ വൈറ്റ്ലക്കാരൻ്റെ കടയിലൊന്ന് കയറുന്നു, ഒരു കോഫി കുടിക്കുന്നു, നേരെ നമ്മൾ നാട്ടിലോട്ട് പോകുന്നു. മെയിൻ കോട്ടയത്തോട്ട് പോകുന്നു. അതാണ് ഇപ്പോഴത്തെ ഒരു നിലവിലെ ഒരു പ്ലാൻ. ഇതാണ് നമ്മുടെ വൈറ്റ്ലക്കാരൻ കട. ആൻഡ് ഇവിടെയാണ് വൈറ്റ്ല ബസ് സ്റ്റാൻഡ്. ഇതിൻ്റെ അകത്താണ്. സോ തൊട്ടടുത്താട്ടോ, ജസ്റ്റ് പക്ഷെ കറങ്ങി വരണം. അതാണ് ഇവിടെ ഒരു ഇഷ്യൂ. ഇവിടെ അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട് മഴ കാരണം. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മുടെ സിഗ്നൽ വരുന്നത്, വൈറ്റ്ല സിഗ്നൽ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ഇവിടെ എപ്പോഴും കാണാം. അത്യാവശ്യം രാത്രിയൊക്കെ ഞങ്ങളിവിടെ വരുമ്പോൾ ഇവിടെ നിന്നൊരു കോഫിയൊക്കെ കുടിച്ചിട്ടാണ് എടുക്കാറ്. ആൻഡ് രാത്രി വന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസാണ്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്, അവിൽ മിൽക്കുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ നോർമലി വരുമ്പോൾ കോഫിയൊക്കെയാണ് എടുക്കാറ്. അത്യാവശ്യം വലിയ കുഴപ്പമില്ല. നല്ല ഫുഡ് ക്വാളിറ്റിയൊക്കെ നല്ല അടിപൊളിയാണ്. ബർഗർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ നല്ലൊരു സത്യം പറഞ്ഞാൽ കുറേയൊക്കെ നിങ്ങളെ കാണിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റിയില്ല. അതാണ് സത്യാവസ്ഥ. കാരണം ഒന്ന്, ഞാൻ കാറിലായിരുന്നു, രണ്ടാമത് ഡ്രൈവിങ്ങിലുമായിരുന്നു. അപ്പം കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഗോപ്രോ ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ പോലീസുകാരും എല്ലാം കണ്ടു കഴിഞ്ഞാൽ അതും സീനാണ്. അപ്പോൾ അതുകൊണ്ടാണ് എടുക്കാതിരുന്നത്. കുറേ സ്ഥലത്ത് കയറാനുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി സുസുക്കിയിൽ കയറിയിരുന്നു. ബട്ട് ഞാൻ ഒന്ന് ഉച്ചയാകുമ്പോൾ ഫ്രീ ആവുമെന്ന് വിചാരിച്ചിരുന്നു. നമ്മുടെ 25th ആനിവേഴ്സറി എഡീഷൻ വണ്ടി ഞാൻ കണ്ടു. ബട്ട് അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം വണ്ടി ഞാൻ വന്നപ്പോഴത്തേക്ക് ഫുള്ള് ചെളിയായിരുന്നു. അപ്പോൾ ട്രിപ്പെല്ലാം പോയിട്ട് ഫുള്ള് ചെളിയായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് എടുക്കാമെന്നൊക്കെ ഓർത്തപ്പോഴത്തേക്കും നടന്നില്ല. അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ പ്രോപ്പറായിട്ട് എടുത്തേനെ ഞാൻ. ഇതാണ്ട് ഒരു BS3 ഡ്യൂക്ക് പോകുന്നു. ഇതായിരുന്നു ഫസ്റ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. സോ എൻ്റെ ലാസ്റ്റ് ആ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് ഡ്യൂക്കിൻ്റെ ഫോട്ടോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മേ ബി ഹോപ്പ്ഫുള്ളി കണ്ടവരൊന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഫോട്ടോസ് കണ്ടു എന്നുണ്ടെങ്കിൽ. കാരണം ഞാൻ എൻ്റെ
സത്രം റൈഡ് വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ അകത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ പഴയ ഡ്യൂക്കിൻ്റെ 1-2 ഫോട്ടോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഫോട്ടോസേ ഉള്ളൂ, ആ ഒരു ടൈമിൽ അത്രയും വീഡിയോസൊന്നും എടുക്കാറൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മുടെ സാംസങ്ങിൻ്റെ അന്നത്തെ ടൈമിൽ E7 എന്ന് പറഞ്ഞൊരു ഫോൺ എങ്ങാണ്ടാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. E7 എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് അത്രയൊക്കെ ക്വാളിറ്റി ഉള്ളൂ, അതിലെടുത്താണ്. ഹോപ്പ്ഫുള്ളി നോക്കട്ടെ, വേറെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഇട്ടേക്കാം. ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വന്ന വഴിയിൽ നമ്മൾ വെള്ളപ്പൊക്കം കണ്ടില്ല, അവിടെ വെള്ളവും പിന്നെ കാണാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം അത്യാവശ്യം മഴ പെയ്തായിരുന്നു എറണാകുളത്ത്. ഇപ്പം മഴ ഇല്ല എന്നേ ഉള്ളൂ. ബട്ട് നമ്മൾ വന്ന സമയത്ത് വെള്ളം കയറി കിടന്നിടത്ത് തന്നെ ഇപ്പോഴും വെള്ളം കയറി കിടക്കാനുള്ള ചാൻസസ് എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ലെറ്റ്സ് സീ. കാരണം എനിക്ക് തോന്നുന്നതാണ്. ബട്ട് എന്തായാലും നോക്കാം നമുക്ക് അവിടെ എത്തുമ്പോഴത്തേക്ക് എന്തായിരിക്കും സിറ്റുവേഷൻ എന്നുള്ളത്. ഒരുപാട് വെള്ളമാണെന്നുണ്ടെങ്കിൽ വേറെ വഴി കൂടെ കയറി പോകേണ്ടി വരും. കാരണം വേറെ വഴി എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ലോങ് ആണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ, ലെറ്റ്സ് സീ. ഈ ഒരു എറണാകുളം തൃപ്പൂണിത്തുറ സൈഡ് കഴിയുന്നവർ അറ്റ്ലീസ്റ്റ് ട്രാഫിക്കൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതിലാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സാധാരണ എല്ലായിടത്തും ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ ബൈപ്പാസ് വഴി കയറി. സോ ഇവിടെ അത്യാവശ്യം ഈ ഒരു ടൈമിൽ അത്യാവശ്യം ട്രാഫിക്ക് വരുന്നതാണ്. പിന്നെ ഇവിടെ അങ്ങ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ ട്രാഫിക്ക് കാണത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നോക്കാം ഇന്നത്തെ ഇപ്പോൾ എങ്ങനെയാവുമെന്ന്. പിന്നെ മഴയും കൂടെ ഉള്ളതുകൊണ്ടേ, മഴ ഇപ്പം നിലവിലില്ല. നേരത്തെ മഴ പെയ്ത് പോയതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തുമില്ല. എടപ്പള്ളി സൈഡിലൊന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ വെള്ളമൊന്നും അധികമില്ല, എല്ലാം പോയെന്ന് തോന്നുന്നു. കാരണം ഞാനിന്ന് എടപ്പള്ളി സൈഡിൽ പോയായിരുന്നു. ബട്ട് അങ്ങനെ വെള്ളമൊന്നും ഞാൻ കണ്ടില്ല അവിടെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോഴത്തെ ഒരു ട്രാഫിക് കണ്ടീഷൻ വെച്ച് എന്തായാലും ഒരു 1 hour എടുക്കും വീടെത്താൻ. ഷോർട്ട് കട്ടൊക്കെ കയറിയിട്ട് ഇങ്ങോട്ട് കയറി കുറച്ച് കിലോമീറ്റർ ലാഭത്തിൻ്റെ അല്ല കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക് ആ ഒരു വഴി കൂടെ ഇച്ചിരി കുറവാണ്. പിന്നെ ഞാൻ അവിടെ നിന്ന് വിട്ടടിച്ചിങ്ങനെ പോകുന്നു. കേരളത്തിൽ രാത്രി വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ടാസ്ക്കാണ്. ഒന്ന്, സ്ട്രീറ്റ് ലൈറ്റ്സ് വളരെയധികം കുറവാണ്. വളരെയധികം കുറവെന്ന് പറഞ്ഞാൽ വളരെയധികം കുറവാണ്. ആവശ്യമുള്ളിടത്തൊന്നും വേണ്ട, ആവശ്യം വേണ്ട ഒരിടത്തും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. ആവശ്യമില്ലാത്ത എല്ലായിടത്തും സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. പിന്നെ രണ്ടാമത്, ഇതുപോലെ ഹൈ ബീം ഇട്ടുകൊണ്ട് വരുന്ന ആൾക്കാർ, ഒരുപാട് പേര് ഹൈ ബീം ലോ ബീം പോലും ഇടാറില്ല. മനസ്സിലായി? ഓപ്പോസിറ്റ് ഒരാൾ വരുമ്പം ഇങ്ങോട്ട് വന്ന് സ്വന്തം വണ്ടി വന്ന് ഇടിച്ചു കയറിയാലും ആൾക്കാർക്ക് കുഴപ്പമില്ല, എന്നാലും ആൾക്കാർ ലോ ബീം ഇട്ട് തരത്തില്ല. പിന്നെ ഉള്ള ഒരാൾക്കാരാണ് റോഡ് ക്രോസ് ചെയ്യുന്ന ആൾക്കാർ. രാത്രി ഇപ്പുറത്തും അപ്പുറത്തും വണ്ടി വരുന്നുണ്ടോ എന്ന് പോലും ശ്രദ്ധിക്കില്ല, ചുമ്മാ ഓടുക അങ്ങോട്ട്. ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കേക്കടെയാണല്ലോ ഓടുക. അങ്ങനെ കുറച്ച് ആൾക്കാർ. സോ മെയിൻലി ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റിലുള്ള ആൾക്കാരെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം അതുപോലെ വേറെ വണ്ടികളുണ്ട്. ഒരു 10 ലൈറ്റെങ്കിലും വെച്ചിട്ട് വരുന്ന കുറേ വണ്ടികളുണ്ട്. ലോറിയും അതുപോലത്തെ കുറേ വണ്ടികളൊക്കെ ആയിട്ട്. സോ ഇതൊക്കെയാണ് കേരളത്തിൽ രാത്രി വണ്ടി ഓടിക്കാനുള്ള ബുദ്ധിമുട്ട്. ആൻഡ് ബുദ്ധിമുട്ട് മാത്രമല്ല, ആക്സിഡൻറ്റ്സ് ഉണ്ടാകുന്ന സാഹചര്യം കണ്ടില്ലേ. ഫുള്ള് ഹൈ ബീം ഇട്ടുകൊണ്ടാണ് മോസ്റ്റ്ലി ഒരു 75% ആൾക്കാർ ഹൈ ബീം ഇട്ടുകൊണ്ടേ വണ്ടി ഓടിക്കുള്ളൂ. ആവശ്യമുള്ള സമയത്താണെങ്കിൽ പോലും ഇത് കണ്ടില്ലേ, അവിടെ നിന്ന് വരുന്നു. ആവശ്യമുള്ള സമയത്താണ്, ആവശ്യമില്ലാത്ത സമയത്താണെങ്കിലും അതിട്ടേ ഓടിക്കുകയുള്ളൂ. സോ അതൊരു വല്ലാത്ത പ്രശ്നമാണ്. കാരണം ഞാനിപ്പോൾ ക്ലിയർ വൈസർ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ അത് ചില ലൈറ്റുകളുണ്ടല്ലോ, ഇവർ ആഫ്റ്റർ മാർക്കറ്റ് സെറ്റ് ചെയ്തിട്ട് അത് ഭയങ്കരമായിട്ട് കണ്ണിലോട്ട് അടിച്ചു കയറും. ഇപ്പോൾ നമ്മൾ രാവിലെ വന്ന വഴിക്ക് ഒരു പച്ച കളർ സ്വിഫ്റ്റ്, അതിൻ്റെ ഒരു യെല്ലോ ലൈറ്റ് താഴെ പിടിപ്പിച്ചിട്ടുണ്ട്. അതിങ്ങനെ കണ്ണിലോട്ട് പകലായിട്ട് പോലും അടിച്ചു കയറുന്നുണ്ട്. അപ്പോൾ രാത്രി നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എന്തുമാത്രം അടിച്ചു കയറുമെന്ന്. നിങ്ങൾ ആഫ്റ്റർ മാർക്കറ്റ് ലൈറ്റ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഒരു മാനുഷിക പരിഗണന കാണിക്കണം. കാരണം എല്ലാവരും റോഡിൽ ടാക്സ് അടച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നതും കാര്യങ്ങളും ഒക്കെ. ഓപ്പോസിറ്റ് ആക്ച്വലി ഒരു വണ്ടി വരുമ്പം അയാൾ മര്യാദയ്ക്ക് ഡിം അടിച്ച് തരുമ്പോൾ നിങ്ങളും ഒരു ഡിം അടിച്ച് തരിക. കാരണം ഒരു പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾ ഇപ്പം നിലവിൽ ഓക്കെ, നിങ്ങൾ ഡിം അടിക്കാതെ ഇങ്ങനെ വന്നു നിങ്ങളുടെ വണ്ടിയെ വന്ന് ഇടിച്ച് കയറി. ഇവിടുത്തെ ആക്ച്വലി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ട് കയറുന്നവൻ്റെ തന്നെയാണ് മിസ്റ്റേക്ക്. പക്ഷേ അവിടെ ഒരു പ്രശ്നം വെച്ചാൽ നിങ്ങളുടെയും സമയം വേസ്റ്റാണ്, ആളുടെയും സമയം വേസ്റ്റാണ്. നിങ്ങളുടെ വണ്ടിയും പോവും, ആളുടെ വണ്ടിയും പോവും. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതിലും നല്ലത് ഒന്ന് ചെറുതാന്നിടുന്ന ലോ ബീം അടിച്ച് ചെയ്ത് കൊടുക്കുന്നതല്ല. അതുപോലെ തന്നെ നിങ്ങൾ മഴ തുടങ്ങുമ്പോൾ തന്നെ എന്തിനാണ് ഈ ഹൈ ബീം ഇട്ടുകൊണ്ട് വരുന്നത്? ചെറിയൊരു മഴ തുടങ്ങിയാൽ തന്നെ പല ആൾക്കാരും കാണിക്കുന്നൊരു സംഭവമാണ്
ഹൈ ബീം ഇട്ടുകൊണ്ട് ഓടിക്കും. എന്ത് കാണാനാണ് ഉള്ളത്? ഹൈ ബീമിലിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ എന്ത് കാണുമെന്നാണ് ഈ പറയുന്നത്? അതുപോലെ തന്നെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് മഴ സമയത്തെങ്കിലും ഒരു 0-ലൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാതെ ഒരു 2 അല്ലെങ്കിൽ ഒരു 2-3 അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാണുന്ന രീതിയിൽ. അല്ലാതെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലോ. ആൻഡ് ആഫ്റ്റർ മാർക്കറ്റ് ലൈറ്റ്സ് ആണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതിൽ എതിരെ വരുന്നതിനൊന്നും കാണത്തില്ലെന്ന് മാത്രമല്ല, ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി ആക്സിഡൻറ്റ് ഹിസ്റ്ററി ആയതിനു ശേഷം എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സോ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവാതിരിക്കണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് വണ്ടി ഓടിക്കുന്ന എല്ലാവരോടും റിക്വസ്റ്റാണ്. ഞാൻ വേണ്ട ലോ ബീമിലാണ് വണ്ടി പോകുന്നത്. സോ എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ ഹൈ ബീം ഇടും, ആവശ്യമില്ലാത്തപ്പോൾ ഞാൻ ലോ ബീമിൽ ഓടിക്കും. ബിക്കോസ് എതിരെ വരുന്ന ആൾക്ക് കാണണം. കാരണം ആൾ കാണാതെ ഇപ്പോൾ എൻ്റെ വണ്ടിയോട് വന്ന് ഇടിച്ച് കയറുവാണെങ്കിലും ശരിയാണ്, അയാളുടെ മിസ്റ്റേക്കാണെന്ന് പറഞ്ഞാലും എൻ്റെ സമയം അവിടെ നഷ്ടമാവുമല്ലേ? എൻ്റെ സമയം അവിടെ നഷ്ടമാവുകയാണ്, ആളുടെ സമയം നഷ്ടമാവുകയാണ്. എനിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങണം, അതുപോലെ വണ്ടി പണിയാൻ പോകണം, അങ്ങനെ 100 കൂട്ടം ഇഷ്യൂസ് ആവുമല്ലേ? അതിനേക്കാളൊക്കെ നല്ലത് ഒന്ന് ഈ ഹൈ ബീമിന് വരെ ഒന്ന് ലോ ബീം അടിച്ചു കൊടുക്കുമല്ലേ? ഇറ്റ്സ് എ സിമ്പിൾ. അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ഒരുപാട് ഓവർ സ്പീഡ് എടുക്കാതിരിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന വഴികളാണെങ്കിൽ മാത്രമേ സ്പീഡിൽ പോകാൻ നല്ല രീതിയിൽ, അല്ലെങ്കിൽ സെൽഫ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരിക്കണം. ഈ വഴി ഞാൻ സ്ഥിരമായിട്ട് പോകുന്നതുകൊണ്ടാണ് അത്യാവശ്യം 60-70 തന്നെ ഞാൻ പോകുന്നത് തന്നെ. എനിക്കറിയത്തില്ലാത്തൊരു വഴിക്കടെ അവിടെ എന്തുമാത്രം പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് കാണാൻ പറ്റത്തില്ല, എടുക്കാൻ പറ്റില്ല. പിന്നെ മഴ പെയ്തുകൊണ്ട് തന്നെ ഞാൻ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് തന്നെയാണ് പോകുന്നത്. വെള്ളമുണ്ടോ, വെള്ളം എവിടെയെങ്കിലും കെട്ടിക്കിടപ്പുണ്ടോ, കാര്യങ്ങളുണ്ടോ, കണ്ടില്ലേ? ആഫ്റ്റർ മാർക്കറ്റ് ലൈറ്റ്സ്, വെള്ളം എവിടെയെങ്കിലും കെട്ടിക്കിടപ്പുണ്ടോ, എടുക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി തന്നെയാണ് ഞാനും പോകുന്നത്. ഓൾറെഡി നമ്മളിപ്പോൾ നിലവിൽ എറണാകുളത്ത് നിന്ന് പോകുന്നു. ഇനിയിപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഒരു ലെഫ്റ്റ് ടേൺ തിരിയണം. ലെഫ്റ്റ് ടേൺ തിരിഞ്ഞിട്ട് വേണം നമുക്ക് തലവലപ്പറമ്പ് പോകാൻ വേണ്ടി. ഒരു ബ്യൂട്ടിഫുൾ സിവിക് കിടക്കുന്നു, വൈറ്റ് കളറ്, വി മോഡലാണെന്ന് തോന്നുന്നു. ആൻഡ് ടു ബി ഓണേഴ്സ് ഇറ്റ്സ് റിയലി. ഇവിടെ നിന്നാണ് ലെഫ്റ്റ് തിരിയേണ്ട, ഫ്രണ്ടിൽ നിന്ന് എത്തിയിട്ടില്ല. ഹൈ ബീമിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞത്. കാരണം അതൊരു ഡബിൾ ലൈൻ റോഡാണ്. വൺ സൈഡ് ഡബിൾ ലൈൻ റോഡാണെന്നുണ്ടെങ്കിൽ അത്ര ഇഷ്യൂസ് ഇല്ല. സിംഗിൾ ലൈൻ റോഡാണ്, വെട്ടിച്ച് മാറ്റാനും പറ്റത്തില്ല. അതുപോലെ തന്നെ ഞാൻ എൻ്റെ അടുത്ത് മര്യാദ കാണിക്കുന്നവരോട് ഞാനും മര്യാദ കാണിക്കും. ആ ഒരു മോഡലാണ് എൻ്റേത്. എങ്ങോട്ട് ഹൈ ബീം അടിച്ചാൽ വരുന്നെങ്കിൽ ഞാൻ ഹൈ ബീമിൽ തന്നെ ആയിരിക്കും. ഇങ്ങോട്ട് വേണ്ട, ഇപ്പോൾ കണ്ടില്ല ലോ ബീമാണ്, ഞാൻ ലോ ബീം ആക്കും. കാരണം ഇങ്ങോട്ട് മര്യാദ കാണിച്ചിട്ട് അങ്ങോട്ട് മര്യാദ കാണിച്ചാൽ മതിയല്ലോ. പലപ്പോഴും പല ആൾക്കാരും ഇത് ശ്രദ്ധിക്കുക. കാരണം ഇത് കേട്ടോ, ആ സ്വിഫ്റ്റിൻ്റെ താഴെ വെച്ചേക്കുന്ന ഫോഗ് ലാമ്പിൻ്റെ പവർ അതൊരു 1.5 പവറാണ്. മനസ്സിലായോ? അത് അന്ന് അഡ്ജസ്റ്റ് ചെയ്ത് താഴോട്ടാക്കി വെക്കുമല്ല, താഴോട്ടും കോർണർ കാണുന്ന രീതിയിലാക്കി വെക്കുമല്ല, അത് നേരെ നമ്മുടെ മുഖത്തോട് അടിക്കുന്ന രീതിയിലേ ആക്കി വെക്കുകയുള്ളൂ. അത് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും, പക്ഷെ ചെയ്യാൻ പറ്റത്തില്ല, മടിയാണ്. ആൾക്കാർക്ക് മേടിച്ച് വെക്കാൻ വളരെയധികം എളുപ്പമാണ്, പക്ഷേ അതിൻ്റെ പുറകെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. സോ ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ മഴക്കാലമാണ്, വളരെയധികം ആക്സിഡൻസും കാര്യങ്ങളും ഉണ്ടാവുന്ന ഒരു ടൈമാണ്. സോ അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും തന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, കേൾക്കുക. ഹൈ ബീമും ലോ ബീമും ഇനി അറിയത്തില്ലെന്ന് ദൈവത്തെ ഓർത്ത് കമൻറ്റ് ചെയ്ത് പറയരുത് എന്താണെന്നുള്ളത്. എനിക്ക് ചിരി വരും, അതുകൊണ്ടാണ്. സോ ഇവിടെ എന്തോ റോഡ് ക്ലോസ്ഡ് എന്നും പറഞ്ഞാണ് ഇട്ടേക്കുന്നത്. ഓ മൈ ഗോഡ്, ഇതിൽ പോകാൻ പറ്റത്തില്ലേ? ആൾക്കാർ പോകുന്നുണ്ട്, നമുക്കൊന്ന് നോക്കാം. കാരണം ഇവിടെയായിരുന്നു നേരത്തെ വെള്ളം കയറിയത്. ലെറ്റ് സീ, നോക്കട്ടെ എന്താ അവസ്ഥ എന്ന് നോക്കട്ടെ. സോ വന്ന സമയത്ത് ഇവിടെയുണ്ട് ഗൈസ്, ഇവിടെ വെള്ളം കയറി കിടക്കുവാണ്. ഐ തിങ്ക് ഐ വാണ്ട് ഗോ ടു റൈറ്റ്. ഒരുപാട് വെള്ളം ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. നോക്കട്ടെ, ഒരുപാട് വെള്ളമാണെങ്കിൽ പണി കിട്ടും. അവിടെ കറക്റ്റ് കുഴിയിൽ ചാടുകയും ചെയ്തു, രണ്ടാമത്തെ കുഴി. സോ രാവിലെ നമ്മൾ മിസ് ചെയ്ത കുഴിയിൽ വെള്ളം അത്യാവശ്യം നല്ല പോലെ ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല, ലക്കിലി വി മാനേജ്ഡ്. അതുകൊണ്ട് ഞാൻ ഈ ഫസ്റ്റ് ഗിയറിൽ നിന്ന് മാറ്റുന്നില്ല, അതുപോലെ തന്നെ ഒരു സ്പീഡ് തന്നെ പിടിച്ചേക്കുവാണ്. ഈ ഒരു സ്പീഡിൽ തന്നെ പോവുക. അതുപോലെ തന്നെ പുറകെ വരുന്നവരൊരു ഡിസ്റ്റൻസും കീപ്പ് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും. കാരണം ഇവിടെ ഇനിയിപ്പോൾ വെള്ളം അധികം ഇല്ല, അതുകൊണ്ട് ഗിയർ ചേഞ്ച് ചെയ്തത്. ലക്കിലി ഗായ്സ് ഒന്നും സംഭവിച്ചില്ല, നമ്മൾ സേഫായിട്ട് ക്രോസ് ചെയ്തു. ഫ്രണ്ടിൽ ഇനി ഉണ്ടാവും. രാവിലെ നമ്മൾ പോയ സമയത്ത് എന്തുമാത്രം വെള്ളം ഉണ്ടായിരുന്നോ കാര്യങ്ങളുണ്ടായിരുന്നോ അതിനേക്കാളും കുറച്ചും കൂടെ കൂടി. എന്തായാലും
ബട്ട് ഇപ്പോൾ വലിയ ഇഷ്യൂസ് ഇല്ല. വെള്ളം നമ്മൾ പിന്നെ മാനേജ് ആ ഒരു റൈറ്റ് സൈഡ് ചേർന്നിങ്ങനെ പോകുന്നു. 2 കുഴിയുണ്ട്, വലിയ കുഴി. കാരണം വെള്ളം കിടക്കുന്നതുകൊണ്ട് നമുക്ക് കാണത്തുമില്ല, രാത്രി ആയതുകൊണ്ട് ഒട്ടും കാണത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഐ തിങ്ക് റോഡ് ക്രോസ്ഡ് എന്ന് പറഞ്ഞിട്ട് രാത്രി ഒരുപാട് ആക്സിഡൻസും കാര്യങ്ങളും ആൾക്കാർ ഓടിപ്പടവെടുത്ത് വന്നേ ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ടായിരിക്കാം മേ ബി റോഡ് ക്ലോസ്ഡ് എന്നും പറഞ്ഞിട്ടത്. അതുപോലെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇത് ഈ ഒരു ഡിസ്റ്റൻസിൽ നിങ്ങൾക്ക് ഹൈ ബീം ഇത് എങ്ങനെ ഇട്ടിട്ട് എന്ത് കാണാനാണ് ഉള്ളത്? ഇത് തന്നെയല്ലേ കാണാനുള്ളൂ, ആ വണ്ടി തന്നെയല്ലേ കാണാനുള്ളൂ. സോ ഇങ്ങനൊരു ഗ്യാപ്പിലും ഒക്കെ പോകുന്ന സമയത്ത് ഹൈ ബീം മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങൾ രാത്രി ഓവർടേക്ക് ചെയ്യുന്ന സമയത്താണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ഓവർടേക്ക് ചെയ്യുന്നു ഇങ്ങനെ ഒന്ന് ബ്ലിങ്ക് ചെയ്യുക, കാരണം പുറകെ വരുന്ന ആളൊന്ന് നോട്ടീസ് ചെയ്യാൻ വേണ്ടി. അല്ലാതെ അവൻ്റെ പുറകെ ചെന്നിട്ട് ഹൈ ബീം ഇട്ടിട്ട് നിങ്ങൾക്ക് ആ വണ്ടി കാണാനായിട്ട് ഹൈ ബീം വെറുതെ തെളിച്ച് അയാളുടെ കണ്ണിലോട്ട് ആ മിററിൽ കൂടെ അടിച്ച് കെട്ടേണ്ട ഒരു കാര്യമില്ലല്ലോ. സോ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഞാൻ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്ന വേറൊന്നും കൊണ്ടല്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയോ കാര്യങ്ങളോ അല്ല. നിങ്ങളിപ്പോൾ ഈ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ചെയ്യുന്നുണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റാനും പ്രോപ്പറായിട്ടുള്ള രീതികളിൽ കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയത് എടുത്തൊന്നുമല്ല. സോ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നു എന്ന് മാത്രം. അല്ലാതെ ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ടോ അല്ല ഇത് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. മറ്റുള്ളവർക്ക്, അതായത് നമുക്ക് സ്വന്തമായിട്ട് ആക്സിഡൻറ്റ് ഉണ്ടാവാതെയും നമുക്ക് സേഫായിട്ട് എങ്ങനെ വീട്ടിലെത്താം, അതുപോലെ മറ്റുള്ളവരെ എങ്ങനെ പരിഗണിക്കാം റോഡിൽ പോകുമ്പോൾ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയോ അല്ലാതെ ഞാൻ അതിനെ താഴ്ത്തി കാട്ടുകയോ ഒന്നുമല്ല. സോ നിങ്ങൾ മിസ്റ്റേക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തിരുത്താൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അല്ലാതെ നിങ്ങളെ എല്ലാവരും കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ നിങ്ങളെ നെഗറ്റീവായിട്ട് കാണുന്ന രീതിയിൽ ഞാൻ പറഞ്ഞതല്ല. അതുപോലെ വളവിൽ മാക്സിമം രാത്രി എസ്പെഷ്യലി രാത്രി ടേൺസ് എടുക്കാതിരിക്കുക. കാരണം നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത ടേൺസ് എടുക്കാതിരിക്കുക. ബിക്കോസ് പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക്, രാത്രി സമയത്ത് അതായത് ഇതുപോലെ കോർണറിലേക്ക് റൈറ്റ് സൈഡിൽ കൂടെ കയറും. ആ ഒരു വളവിൻ്റെ ഡെപ്ത് എത്രയാണെന്ന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, ചുമ്മാ അങ്ങ് കയറും. എന്നിട്ട് പലപ്പോഴും ആക്സിഡൻറ്റ്സ് ഉണ്ടായിട്ടുമുണ്ട്, എടുത്തിട്ടുമുണ്ട്. അപ്പോൾ രാത്രി കാലങ്ങളിൽ ഇതുപോലെ കയറുന്ന സമയത്ത് നമുക്ക് ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ വളവിൻ്റെ എന്തുമാത്രം ഉണ്ട് എന്നുള്ളത്, വളവ് എത്രമാത്രം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ആ ഒരു ടൈമിൽ ചിലപ്പോൾ നമ്മൾ വെട്ടിച്ച് മാറ്റുമ്പോൾ പലപ്പോഴും ആക്സിഡൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, കാറായിക്കോട്ടെ ബൈക്കായിക്കോട്ടെ. അപ്പോൾ അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സോ ഹോപ്പ്ഫുള്ളി എൻ്റെ ഈ ഗോപ്രോയുടെ ബാറ്ററി ഏകദേശം തീരാറായിട്ടുണ്ട്. ഐ ഹോപ്പ് വീട് വരെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് നമ്മൾ റീടെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് വണ്ടിക്ക് പെയിൻ്റ് ഉണ്ടോ, ലൈറ്റ് ഉണ്ടോ, ബൾബുണ്ടോ, കാര്യങ്ങളുണ്ടോ എന്ന് പല ആൾക്കാരും നോക്കുന്നത് തന്നെ. പലരുടെയും ഇതിൽ ഇപ്പം പല ആൾക്കാർ ഹൈ ബീം ഇട്ട് വരാറുണ്ട്. ബേസിക്കലി അവരുടെ വണ്ടിയിൽ ലോ ബീം ഇല്ല, ലോ ബീം അടിച്ചു പോയിട്ട് വർഷങ്ങളായി, അവരത് മാറിയിട്ട് പോലും ഇല്ല. അതുപോലെ തന്നെ ബ്രേക്ക് ലൈറ്റ്, ഇപ്പോൾ ഈ വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ പല വണ്ടിക്കും ബ്രേക്ക് ലൈറ്റ് ഇല്ല. ഇപ്പോൾ കാറാണെങ്കിൽ 3 എണ്ണം ഉണ്ടെങ്കിൽ ഒരെണ്ണം ചിലപ്പോൾ കത്തുമായിരിക്കാം, ഇനി കത്തിയില്ലെന്നും വരാം. ഇതൊക്കെ ആഡ് ചെയ്ത് ക്യാമറയിലോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ പിടിക്കാൻ നോക്കണ്ടേ? ടു ബി ഓണസ്റ്റ്, ക്യാമറയുടെ ഒന്നും ഒരു ആവശ്യമില്ല. പകരം കുറച്ച് പോലീസുകാർ മര്യാദയ്ക്ക് ഇറങ്ങി കുറച്ച് ചെക്കിങ് ചെയ്താൽ മതി. കാരണം ഇപ്പോൾ പല വണ്ടികളിലും ഞാൻ ശ്രദ്ധിച്ചേക്കുന്ന പല വണ്ടികളിലും ടെയിൽ ലൈറ്റ് ഒന്നും വർക്കിംഗ് അല്ല, സിഗ്നൽ വർക്കിംഗ് അല്ല. ഓക്കെ, ഇപ്പോൾ മാറാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഓക്കെ. അല്ലാതെ വർഷങ്ങളായിട്ട് പോലീസ് ജീപ്പാണ്, എന്നിട്ട് ഒരു ഇത് തരത്തില്ല, പോലീസുകാരുടെ വണ്ടിയാണ്, എന്നിട്ടൊരു ഡിം അടിച്ചു തരുന്നില്ല. സോ ഇങ്ങനെയുള്ള ആൾക്കാർ, അതായത് ഓപ്പോസിറ്റ് വരുന്ന ആൾക്ക് ഡിം അടിച്ചു കൊടുക്കാതിരിക്കുന്നവർക്ക് ഫൈൻ കൊടുക്കുക, അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാം. സോ കുറച്ചും കൂടെ ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് റെസ്പെക്റ്റും കാര്യങ്ങളും തോന്നും. ഇത് പാവപ്പെട്ടവനെ വള്ളത്തിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇറക്കിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന ഒരാൾക്ക് ഡിം അടിച്ചു കൊടുക്കുന്നില്ല, ഓക്കെ, അവനൊരു ഫൈൻ കൊടുത്തു, കാര്യങ്ങളും എടുത്തു. ടെയിൽ ലൈറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, അവനൊരു ഫൈൻ കൊടുത്തു. ഓക്കെ, ഇതിനൊക്കെ ഒരു മര്യാദ എന്നൊരു സാധനമുണ്ട്. സോ ഗോപ്രോയുടെ ബാറ്ററി ഓഫായിപ്പോയി. ആൻഡ് ഗോപ്രോ ഇനി ഒന്ന് സർവീസ് ചെയ്യാൻ കൊടുക്കണം എന്ന് ഓർത്തിരിക്കുവാണ് ഞാൻ. ബിക്കോസ് ഇത് മേടിച്ചതിന് ശേഷം ആകെ ഒരു വട്ടമാണ് സർവീസ് ചെയ്തേക്കുന്നത്. അന്ന് ഗോവയ്ക്ക് എൻഡോർക്കുമായിട്ട് പോയിട്ട് വന്നപ്പോൾ അതിനുശേഷം ഞാൻ ഗോപ്രോ സർവീസ് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല.
ആവറേജ് ഒക്കെ നല്ല ബോംബ് ആവറേജ് ആട്ടോ കാണിക്കുന്നത്. 47.2 ഡിസ്പ്ലേയിൽ ആവറേജ് കാണിക്കുന്നത് വണ്ടിയുടെ. നമ്മളിപ്പോൾ ഏകദേശം തലവലപ്പുറം എത്താറായി. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആൻഡ് നേരത്തെ ഞാൻ ഓൾറെഡി ഒരു കാര്യം പറഞ്ഞായിരുന്നു AI ക്യാമറയുടെ കേസിലും. അതിലാണെങ്കിൽ പോലും ഇങ്ങനെ കുറച്ച് നിയമങ്ങൾ വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ഇതാകുമ്പോൾ, കാരണം നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഇപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന ആളെ ഡിം അടിച്ച് തന്നില്ല, നമ്മൾ പോയി അവനെ ഇടിച്ച് കയറി അല്ലെ വേറൊരാളെ ഇടിച്ച് കയറി കഴിഞ്ഞാൽ ആ ഇടിച്ച് കയറുന്ന ആളുടെ തെറ്റാണ്. അപ്പം നിലവിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓപ്പോസിറ്റ് വരുന്ന ആൾ ഡിം അടിക്കാതെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വന്ന ആൾ ഡിം അടിക്കാത്തതുകൊണ്ട് അയാൾക്കും അതിന് ഇതുണ്ട് പങ്കുള്ള രീതിയിൽ കൂട്ടിച്ചേർക്കണം കേസിൽ. ഇപ്പോൾ എനിക്ക് കോട്ടയത്ത് വെച്ചൊരു ആക്സിഡൻറ്റ് ഉണ്ടായി എൻഡോർക്കയിൽ. അത് ഒരു 4 മാസത്തോളം വണ്ടി അവിടെ ഇരുന്നു. 4 മാസം 9 ദിവസമോ 10 ദിവസമോ ഇരുന്നതിന് ശേഷമാണ് എനിക്ക് വണ്ടി കിട്ടിയത്. സോ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ, ഇതുപോലെ ഇത്രയും മാസത്തോളം വണ്ടി ഇല്ല എന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ പെടുന്നുണ്ടല്ലേ. വണ്ടിയുടെ ലൈറ്റ് കണ്ടോ, അത് KSRTC കൂടെയാണ്. സോ നമ്മൾ വന്ന ഷോർട്ട് കട്ടിൽ കൂടെ തന്നെ തിരിച്ചു പോവുകയാണ്. സോ ഇതിൽ ഇങ്ങനെ അങ്ങ് കയറുക. സത്യം പറഞ്ഞാൽ അവിടെ ഒരു വഴിയുണ്ട്, പക്ഷെ നമുക്കിതിലേ അങ്ങ് കയറാം. പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും ബൈക്കിന് ഇത് കുറച്ചുകൂടെ ബെറ്ററാണ്, കൺവീനിയൻ്റ് ആണ്. അതുകൊണ്ട് ഇങ്ങനെ കയറിയതാണ്. ഇച്ചിരി അത്യാവശ്യം ചെറിയ ഓഫ് റോഡ് ഉണ്ട്. അത് നമ്മുടെ വണ്ടി തട്ടിയതല്ല, ഓപ്പോസിറ്റ് പോയ വണ്ടി തട്ടിയതാണ് കേട്ടോ. ഒച്ച കേട്ടെങ്കിൽ നമ്മുടെ ഇതുവരെ അടി അങ്ങനെ തട്ടില്ല, കാരണം നമ്മൾ പതുക്കെയാണ് പോകുന്നത്. ഒരുപാട് സ്പീഡിൽ പോയിട്ട് അവിടെ ഒന്നുമില്ലല്ലോ, ഒന്നുമില്ല, പതുക്കെ പോയാൽ മതി. ഇതിൻ്റെ ഒരു ഉപകാരം വെച്ചാൽ ഈ വഴി കൂടെ വരുന്നതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, തലവലപ്പറമ്പ് ടൗൺ ടച്ച് ചെയ്യേണ്ട. അതുപോലെ അവിടെ 1 വേസ് ഉണ്ടെങ്കിൽ പോലും അവിടെ ചിലപ്പോൾ ഓപ്പോസിറ്റ് നിന്ന് കയറി വരും, പിന്നെ ജാമാവും, അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല. സോ ഇതിലെ 2 സൈഡിലും വരാനും എടുക്കാനും പറ്റുന്നൊരു വഴിയാണ്. സോ മോസ്റ്റ്ലി ഞാൻ ബൈക്കുമായിട്ട് വരുമ്പോൾ ഇതിലെയാണ് വരാറ്. രാത്രിയാണേലും പകലാണേലും മോസ്റ്റ്ലി ഞാൻ ഇതിലാണ് വരാറ്. രാത്രി അങ്ങനെ ഒരുപാട് ലേറ്റ് നൈറ്റ് ഒരു 12 മണിയൊക്കെ ആകുമ്പോഴാണ് കോഫി കുടിക്കാൻ ഇറങ്ങുന്നതെങ്കിൽ ഞാൻ ഇതിലാണ് വരാറില്ല. ഇവിടെയൊക്കെ നല്ല അടിപൊളി മഴ പെയ്തങ്ങ് പോയേ ഉള്ളൂ. നമ്മൾ വരുന്നതിന് ജസ്റ്റ് മുമ്പെങ്ങാണ്ട മഴ തീർന്നതെന്ന് തോന്നുന്നു. സോ ഇവിടെ ഒരു 2 ഹബ്ബുണ്ട്. നോയലിൽ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരാണ് ഈ ഹബ്ബ് അറിയാം, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഹബ്സിലെല്ലാം കറക്റ്റായിട്ട് ഒരു പോയിൻ്റ് ഞാൻ വിട്ട് വരുന്നു. ഹബ്സിലെല്ലാം കറക്റ്റായിട്ട് ഇതുപോലെ വെള്ള വര, ഇതിപ്പോൾ മുഴുവൻ പോയി, വെള്ള വര കറക്റ്റായിട്ട് വരച്ചിടുക. അതുപോലെ തന്നെ റോഡ് ക്രോസ് ചെയ്യുന്ന ആൾക്കാർ ഇതാണ് സീബ്ര ക്രോസിങ്. ഓക്കെ, യെല്ലോ ആയിട്ടുള്ളത് അത് വണ്ടിക്ക്, പിന്നെ മറ്റേ ഇൻ കേസ് ആരെങ്കിലും ഉറങ്ങിപ്പോവാണെങ്കിൽ അതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന സാധനങ്ങളാണ് അതൊക്കെ, അല്ലെങ്കിൽ സ്പീഡ് കുറയ്ക്കാൻ വെച്ചേക്കുന്ന സാധനങ്ങളാണ്. അല്ലാതെ അതല്ല സീബ്ര ക്രോസിങ്. ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നാണ് സീബ്ര ക്രോസിങ്. ഓക്കെ, സോ ഇനിയും നിങ്ങൾ അതിലേക്കൂടെ നടന്ന് വെറുതെ ആക്സിഡൻറ്റ്സ് ഉണ്ടാക്കാതെ സീബ്ര ക്രോസിങ്ങിൽ കൂടെ നടക്കുക. അതുപോലെ തന്നെ സീബ്ര ക്രോസിങ്ങിലൂടെ ആരെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ, ടൗൺ ഏരിയയിലോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ മാക്സിമം നിർത്തിക്കൊടുക്കുക. സീബ്ര ക്രോസിങ്ങിലാണെങ്കിൽ മാത്രം. ഞാൻ സീബ്ര ക്രോസിങ്ങിൽ ആരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിർത്തിക്കൊടുക്കും. അവർ പോയി കഴിഞ്ഞിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോവുള്ളൂ. സോ ആസ് പെർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതാണ് കറക്റ്റ്. സോ അങ്ങനെ തന്നെ ചെയ്യണം. അല്ലാതെ സീബ്ര ക്രോസിങ്ങിൽ അല്ലാതെ വേറെ ഇതിലെ കയറുന്നവർക്ക് നിങ്ങൾക്ക് നിർത്തേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ നിർത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം സീബ്ര ക്രോസിങ് വരച്ചിട്ടേക്കുന്നത് ചുമ്മാ കാണാൻ വേണ്ടിയിട്ടല്ല. ഓക്കെ, അതല്ലാതെ ആൾക്കാരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ചുമ്മാ അല്ല സീബ്ര ക്രോസിങ് വരച്ച്. സീബ്ര ക്രോസിങ് ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിൽ ആരെങ്കിലും നടക്കുന്നുണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം സ്ലോ ആക്കി നിർത്തി കൊടുക്കുക. അവർ ക്രോസ് ചെയ്തതിന് ശേഷം പോകാൻ ശ്രമിക്കുക. മഴ ചെറുതായിട്ട് തൂളുന്നുണ്ട്. മഴ വില്ലനായി വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ വീട്ടിലെത്തുന്നവരെ മഴ പെയ്യാതിരിക്കുമോ ഒരു ഐഡിയ ഇല്ല. സോ ഞാൻ എൻ്റെ ഫസ്റ്റ് പൾസറിന് ഫസ്റ്റ് പെട്രോൾ അടിച്ച പെട്രോൾ പമ്പാട്ടോ അത്. ഞാൻ ആപ്പാഞ്ചിറയിൽ നിന്നാണ് വണ്ടി എടുത്തത്, ആപ്പാഞ്ചിറ ബജാജിൽ നിന്ന്. ഇപ്പോൾ ആ ഷോറൂം ഇല്ല. ആൻഡ് വൺ മോർ തിങ്, ആ ഒരു വണ്ടിയുടെ NOC മേടിക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം കോട്ടയം പോയത്. ആൻഡ് ഫ്രാങ്ക്ലി ഒരു സാഡ് ന്യൂസ് ഉണ്ട്, ആ വണ്ടി പൊളിക്കാൻ പോകാമെന്ന് പറയുന്നു. സോ ഞാൻ എന്തായാലും തിരിച്ച് മേടിച്ച് വെക്കുന്നില്ല. ബിക്കോസ് ഞാൻ എന്തായാലും എനിക്ക് താല്പര്യമില്ലാണ്ട് ഒഴിവാക്കിയ വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ച് മേടിച്ച് വെക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇനിയിപ്പോൾ അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നാളെ മോസ്റ്റ്ലി ഞാൻ ഉഴവൂരൊന്ന് പോയി ചോദിക്കണം എന്ന് ഓർത്തിരിക്കുകയാണ്. കാരണം എനിക്കും അറിയത്തില്ല കറക്റ്റ് പ്രൊസീജിയർ. എന്തായാലും ഡെഫിനറ്റ്ലി ഒന്ന് ചോദിക്കണം, എടുക്കണം എന്നൊക്കെ ഓർത്തിരിക്കുവാണ്. സോ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞേരെ എന്താണ് പ്രൊസീജിയർ. കാരണം വണ്ടി പൊളിക്കാൻ കൊടുക്കുന്നതിന് എന്താണ് പ്രൊസീജിയർ എന്നുള്ളത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞേരെ. സോ പണ്ട് എനിക്കൊരു അബദ്ധം പറ്റി. ഈ ഒരു വളവ് കണ്ടോ, ഇത് ഞാൻ പണ്ട് ശ്രദ്ധിച്ചില്ല. ഇതിൽ ഇപ്പുറത്തേക്കടെ കയറി ഒന്ന് കുരുത്തം പോലെ ഓപ്പോസിറ്റ് വണ്ടിയൊന്നും ഇല്ലായിരുന്നു.
അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ഞാൻ അത്യാവശ്യം നല്ല സ്പീഡിലാണ് വന്നത്, അത്യാവശ്യമായിട്ട് വീട്ടിൽ എത്തേണ്ടതുകൊണ്ട്. കാരണം ഞാൻ ആ ഒരു ടേണിങ്ങിൽ ഞാൻ നോക്കിയപ്പോൾ ഇപ്പുറത്തും വഴി കിടക്കും. ഞാൻ വിളിച്ച് ഇതിലേ ആയിരിക്കും എന്ന് ഓർത്ത് ഒറ്റ ഇതിലേക്ക് പോകുന്നു. പക്ഷെ കുരുത്തം പോലെ ഓപ്പോസിറ്റ് വണ്ടിയൊന്നും വരാതിരുന്നത് എൻ്റെ ഭാഗ്യം. സോ നമ്മൾ വേണ്ട കടുത്തുരുത്തി എത്തി. സോ ഇനി ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റാണ് തിരിയേണ്ടത്, കുറവലങ്ങാട്ടേക്ക്. ഫ്രണ്ടിൽ നിന്ന് ഈ ഒരു ബ്രിഡ്ജിന് ശേഷമുള്ള ലെഫ്റ്റ് നേരെ പോയാൽ നമുക്ക് കോട്ടയം, കാണക്കാരി, കോട്ടയം ഒക്കെ പോകാൻ വേണ്ടിയാണ് നേരെ. മഴ അത്യാവശ്യം പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഞാൻ ഇതുവരെ റെയിൻകോട്ട് ഇടേണ്ട വന്നില്ല വീട് വരെ. പക്ഷെ വീടെത്തുന്നവരെ റെയിൻകോട്ട് ഇടാതിരിക്കേണ്ട വരുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്. കാരണം മഴ കൂടുവാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും നിന്നൊന്ന് റെയിൻകോട്ട് ഇടേണ്ടി വരും. ആൻഡ് ഇവിടുത്തെ വഴി ഭയങ്കര ചെറുതുമാണ്. ആൾക്കാരുണ്ടല്ലോ ലോബിയും ഇട്ട് തരുമോ ഇല്ല. കാരണം ഓടിക്കാനുണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു വഴിയാണിത്. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, MC റോഡാണെങ്കിലും വളരെ ചെറുതാണ്. ആൻഡ് മഴയും കൂടെ ആയതുകൊണ്ട് രാത്രിയും പിന്നെ മഴയും കൂടെ നല്ല സീനാണ്. ഈ ഒരു ജസ്റ്റ് ഒരു ഇല കടന്ന് മതി, വീശുമ്പം ടയർ തന്നെ വീഴാൻ അത് മതി. ഓ, ഒരുപാട് വെള്ളമില്ല. കാരണം ഇവിടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, പക്ഷെ അത് എന്തുവാണ് രാത്രി ഒരു പണിയില്ല. ആക്സിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ഇറങ്ങുന്ന ചില എണ്ണമുണ്ട്. എൻ്റെ പൊന്നോഹര. ടു ബി ഓണസ്റ്റ്, ഈ വഴിയൊക്കെ ഉണ്ടല്ലോ ഒന്ന് ഡെവലപ്പ് എന്തായാലും ആവത്തില്ല. ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും 4 ലൈനോ ഒന്നും ഒരു സൈഡിൽ 2 ലൈനൊന്നും ആവാൻ അറ്റ്ലീസ്റ്റ് കുറേയൊക്കെ കാര്യങ്ങൾ ഈ ഒരു ലോബിയുമെങ്കിലും ഒന്ന് അടിച്ചിരുന്നുണ്ടെങ്കിൽ വഴി ഒന്ന് കാണാൻ പറ്റുമായിരുന്നു. എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. ഓട്ടോ എത്താറായി. ഇങ്ങോട്ട് അധികം മഴയൊന്നും പെയ്തിട്ടില്ല. ആൻഡ് ഇവിടെ നേരത്തെ മഴ പെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും ജസ്റ്റ് നമ്മളെ ഒന്ന് എന്താ പറയുക, ജസ്റ്റ് ഒന്ന് മുഖം ഒന്ന് ഫ്രഷപ്പ് ആക്കിയിട്ട് മഴ എന്തായാലും വിട്ടുപോയി. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കുഴപ്പമില്ല. കാരണം വീടെത്തുന്നവരെ റെയിൻകോട്ട് ഇടേണ്ട ആവശ്യം വരത്തില്ല. ഇതുണ്ട് ഇതുപോലെ മര്യാദയോടെ ഡിം അടിച്ച് തരുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അതുപോലെ ഡിം അടിച്ച് തരുന്നതും കൊള്ളാം. ഏറ്റവും എൻഡിങ്ങിൽ വന്നിട്ട് ഒറ്റയടിക്ക് ബ്രൈറ്റ് അടിച്ചുകൊണ്ട് തരരുത് പ്ലീസ്. അതും ഒരു റിക്വസ്റ്റാണ്. ഞാൻ ഇപ്പോഴാണ് അത് ഓർത്തത്. കേട്ടോ, പുള്ളി മര്യാദയ്ക്കാണ് വരുന്നത്. അവിടെ ലെഫ്റ്റ് തിരിയണം. ഞാനും മര്യാദയ്ക്ക് ഡിം അടിച്ചു കൊടുത്തു. പുള്ളിയില്ല, ആരുമില്ല, റോഡില്ലാത്ത സമയത്ത് നമ്മൾ ബ്രൈറ്റ് ഇടുന്നു. ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ നമ്മൾ ഡിം ഇടുന്നു. ഇവിടെയൊക്കെ അത്യാവശ്യം വെള്ളം കയറിയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴുകി കിടപ്പുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ മഴ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾ എവിടെയെങ്കിലും ഇതുപോലെ നിർത്തിയിടുന്ന സമയത്ത് ദൈവത്തെ ഓർത്ത ഹെഡ്ലൈറ്റ് ഒന്നെങ്കിൽ ലോ ബീമിലിടുക, അല്ലെങ്കിൽ പാർക്കിങ്ങിലിടുക. കണ്ടില്ലേ, ചുമ്മാ അവിടെ കിടക്കുമോ വണ്ടി. വെറുതെ എന്തിനാ ഹെഡ്ലൈറ്റ് ഓണാക്കി വരുന്നത്? അതും ബ്രൈറ്റ് ഇട്ട് വെച്ചിട്ട് പോയേക്കുന്നു, ഹൈ ബീം ഇട്ട് വെച്ചിട്ട് പോയേക്കുന്നു. അറ്റ്ലീസ്റ്റ് ഒന്ന് പാർക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? ഇതൊക്കെ നിങ്ങൾ ഒന്ന് ചെയ്യുക. ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നത് മേ ബി നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഇൻ കേസ് നിങ്ങൾ മറന്നു പോയാൽ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഞാൻ എഗെയിൻ ആൻഡ് എഗെയിൻ നിങ്ങളോട് പറഞ്ഞത്, ഞാൻ നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തിയതോ എടുത്തതോ ഒന്നുമല്ല. മനുഷ്യനാണ്, മിസ്റ്റേക്സ് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ ഓൾറെഡി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം ഇത്. അപ്പോൾ ഓൾറെഡി ചെയ്യുന്ന ആൾക്കാർക്ക് ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഫൈനലി കുറവലങ്ങാട് ടൗൺ എത്തി. സോ ലാസ്റ്റ് ടൈം ഞാൻ ഇവിടെ നിന്നൊരു പുഴ ആയി എന്ന് പറഞ്ഞ് വൈക്കങ്കാവിലെ പുഴ പോലെയെന്ന് പറയുന്നത് ഇവിടെ നിന്നാട്ടോ വെള്ളം ഒഴുകി വന്നത്. ഇവിടെയായിരുന്നു ഞാൻ. കുറച്ചപ്പുറം മാറി. അന്ന് കാറിലാണ് വന്നത്. അതിന് ഇവിടെ നിന്ന് നമുക്ക് റൈറ്റാണ് തിരിയേണ്ടത്, കോട്ടയം റൂട്ടിലോട്ട്. ഓക്കെ, സോ അതുപോലെ ഇവിടെ എവിടെയെങ്കിലും നിർത്തുന്ന സമയത്ത് ഒന്ന് നിർത്തുക. ആദ്യം വണ്ടി ഒന്ന് നമുക്ക് ഗ്യാപ്പ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വണ്ടിയായിട്ട് തിരിക്കുക. ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്ന് ചേട്ടനെ കൺഫ്യൂഷനാണ് ഫുള്ള്. സോ നമ്മൾ ഫൈനലി നമ്മുടെ വീടെത്താറായി ഗായ്സ്. ചെറുതായിട്ട് മഴ തൂളുന്നുണ്ട്, അതുകൊണ്ട് പറപ്പിച്ച് പോയേക്കാം. ആൻഡ് ഇതുവരെ വീഡിയോ കണ്ടെങ്കിൽ യു ഗൈസ് നോ ദ ഡ്രിൽ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ചെറിയൊരു ബൈ. സീ യു സൂൺ.